ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമവാക്യ ജോഡികൾ, അതായത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള മറ്റു ചില സമവാക്യങ്ങൾ, അതർ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇതിൽ 2-3 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നേ 8th പഠിച്ചിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്, അതായത് സർവ്വസമവാക്യങ്ങളുണ്ട്. അത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ആ സർവ്വസമവാക്യങ്ങളൊന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. അതേപോലെ സെക്കൻഡ് വൺ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ്. ഇനി തേർഡ്, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ആണ്. അതായത് ഇവിടെ മൈനസ് വന്നപ്പോൾ ഇവിടെ മൈനസ് ആയി, ഇവിടെ പ്ലസ് ആവുമ്പോൾ ഇവിടെ പ്ലസ് ആണ്. അതൊക്കെ ഓർത്ത് വെക്കുക. ഇനി ഫോർത്ത് വൺ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും വരിക, 4xy. അതേപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇത്രയും ഐഡന്റിറ്റീസ് ഓർത്ത് വെക്കുക. ഈ 2 ഐഡന്റിറ്റീസ് നമ്മൾ ഈ 2 ഫോർമുലയിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടും ഒക്കെ ആയിട്ടാണ് നമ്മളത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഓരോ പ്രോബ്ലത്തിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സമചതുരങ്ങളിൽ വലുതിൻ്റെ വശം ചെറുതിൻ്റെ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ്. വലുതിൻ്റെ പരപ്പളവ് ചെറുതിൻ്റെ പരപ്പളവിനേക്കാൾ 55 ചതുരശ്ര സെന്റിമീറ്റർ കൂടുതലാണ്. രണ്ടിൻ്റെയും വശങ്ങളുടെ നീളം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 2 സമചതുരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഒരു വലിയ സമചതുരമുണ്ട്, ഒരു ചെറിയ സമചതുരമുണ്ട്. അപ്പൊ നമുക്ക് സമചതുരത്തിന്റെ വശങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ വശങ്ങളുടെ നീളം, അതായത് ഒരു വലിയ സമചതുരത്തിന്റെ വശം എക്സ് ആയിട്ട് എടുക്കുക, ചെറിയ സമചതുരത്തിന്റെ വശം വൈ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ സെന്റൻസ് വായിക്കാം. 2 സമചതുരങ്ങളിൽ വലുതിന്റെ വശം ചെറുതിന്റെ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ്. അതായത് അവയുടെ വശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് അവിടെ വശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ വലുതിന്റെ വശം എക്സും ചെറുതിന്റെ വശം വൈയുമാണ്. അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ സമം 5 ആണ്. ഇതിനെ നമുക്ക് ഒന്നാമത്തെ സമവാക്യമായിട്ട് എഴുതാം. ഇനി പറഞ്ഞിരിക്കുന്നത് ചെറുതിന്റെ പരപ്പളവിനേക്കാൾ 55 ചതുരശ്ര സെന്റിമീറ്റർ കൂടുതലാണ് വലുതിന്റെ പരപ്പളവ്. പരപ്പളവ് നിങ്ങൾക്കറിയാലോ, വശം എ സ്ക്വയർ ആണ് സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം. അപ്പൊ ഇവിടെ വശം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് വലുതിന്റെ പരപ്പളവ് വരുന്നത്, അതായത് ഏരിയ വരുന്നത് എക്സ് സ്ക്വയറും ചെറുതിന്റെ ഏരിയ വരുന്നത് വൈ സ്ക്വയറും ആയിരിക്കും. അപ്പൊ ഇവിടെയും അവയുടെ പരപ്പളവുകളുടെ വ്യത്യാസമാണ് തന്നിരിക്കുന്നത്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 55 ആണ്, അതായത് 55 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വശങ്ങളുടെ വ്യത്യാസം എഴുതിയതുപോലെ നമുക്ക് എന്തെഴുതാൻ സാധിക്കും? പരപ്പളവുകളുടെ വ്യത്യാസവും എഴുതാൻ സാധിക്കും. അപ്പൊ നമ്മൾ എഴുതുന്നത് എക്സ് സ്ക്വയർ, ആദ്യത്തെ പരപ്പളവ് മൈനസ് സെക്കൻഡ് വണ്ണിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 55 എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ സർവ്വസമവാക്യം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ 2 ഫാക്ടേഴ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനു പകരം അത് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു
എക്സ് മൈനസ് വൈ ഈക്വൽ ടു 55 എഴുതി. ഇതില് നമുക്ക് എക്സ് മൈനസ് വൈയുടെ വാല്യൂ നമുക്ക് അറിയാം 5 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഈ എക്സ് മൈനസ് 5ന് പകരം ഈ 5 കൊടുക്കാം. അപ്പോ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈയുടെ വാല്യൂ 5 ആണ് ഈക്വൽ ടു 55. Therefore, x plus y equal to 55 divided by 5 equal to 11 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് x plus y equal to 11 എന്നാണ്. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അതായത് x plus y equal to 11 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്, കാരണം കൂട്ടിയാൽ y ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് 2x സമം ഒന്നാമത്തെ സമവാക്യം രണ്ടാമത്തെ സമവാക്യം തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2x സമം 11ഉം 5ഉം കൂടി കൂട്ടിയാൽ 16 കിട്ടും. അപ്പോ x സമം 16/2 സമം 8 എന്ന് കിട്ടി. അപ്പൊ x എന്ന് പറയുന്നത് വലിയ സമചതുരത്തിന്റെ വശമാണ്. അപ്പൊ വലിയ സമചതുരത്തിന്റെ വശം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 8 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഇനി ചെറിയ സമചതുരത്തിന്റെ വശം കാണാൻ x പ്ലസ് വൈ സമം 11 എന്നുള്ള സമവാക്യം എടുക്കുക. അതില് എക്സിന്റെ സ്ഥാനത്ത് 8 കൊടുക്കുക. അപ്പോ 8 പ്ലസ് y ഈക്വൽ ടു 11, y equal to 11 minus 8 equal to 3. അപ്പോൾ ചെറിയ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 3 എന്നും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 10 മീറ്ററും പരപ്പളവ് 5/1/4 ചതുരശ്ര മീറ്ററുമാണ്. അതിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ്, അതായത് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്ററും തന്നിട്ടുണ്ട്, അതേപോലെ ഏരിയ പരപ്പളവും തന്നിട്ടുണ്ട്. അതുപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടെത്തേണ്ടത്? ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി നമുക്ക് തന്ന കാര്യങ്ങൾ ഒന്ന് എഴുതാം. നമ്മൾ തന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഏരിയ, അതായത് പരപ്പളവ് എന്ന് പറയുന്നത് 1/4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ചതുരത്തിന്റെ നീളവും വീതിയുമാണ്. അപ്പൊ ചതുരത്തിന്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുക, വീതി ബ്രെഡ്ത്ത് ഈക്വൽ ടു വൈ എന്ന് എടുക്കുകയാണ്. നമുക്കറിയാം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + D ആണ് അല്ലെ? ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + D ആണ് 10 എന്ന് തന്നിരിക്കുന്നത്. ഈ L എന്ന് പറയുന്നത് നമ്മൾ x ആയിട്ട് എടുക്കുന്നു, B എന്ന് പറയുന്നത് y ആയിട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ 2 × x + y ഈക്വൽ ടു 10 എന്ന് കിട്ടും. അപ്പൊ x + y ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ x + y ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പരപ്പളവ്, അതായത് ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ചതുരത്തിന്റെ ഏരിയ ഈക്വൽ ടു എന്താണ് വരുന്നത്? L × B ആണ്, അതായത് ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലെ? ഏരിയ ഈക്വൽ ടു L × B ആണ്. L × B എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും x y ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x y ഈക്വൽ ടു ആണ് 5/1/4 ഉള്ളത് അല്ലെ? ഈ 5/1/4 നമുക്കൊന്ന് മാറ്റി എഴുതാം. 5/1/4 മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ മാറ്റുമ്പോൾ 21/4 വരും. 5 × 4 20, 20 + 1 21/4 എന്ന് കിട്ടും. അപ്പൊ എക്സ് വൈയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് 21/4 ആണ്. ഇപ്പൊ നമുക്ക് അറിയുന്നത് എക്സ് പ്ലസ് വൈയുടെ വാല്യൂം അറിയാം, എക്സ് വൈയുടെ വാല്യൂം അറിയാം. അപ്പൊ നമുക്ക് ഇനി കാണേണ്ടത്, ഇപ്പൊ ഒരു ഇക്വേഷൻ കിട്ടിയത് എക്സ് പ്ലസ് വൈയിലാണെങ്കിൽ ഇനി നമുക്ക് കാണേണ്ടത് എക്സ് മൈനസ് വൈയിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് അടുത്തതായിട്ട് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ നമുക്കറിയാം എക്സ് മൈനസ് വൈയും അതേപോലെ എക്സ് വൈ ഒക്കെ വെച്ച് വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്?
നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിലെ ഒരു ഇക്വേഷൻ ആണ്. എന്താണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആ വരിക, 4xy എന്ന് എഴുതാം. ഇനി എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്കറിയാം 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈയുടെ വാല്യൂ 21/4 ആണ്. ഇതിലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. മൈനസ് ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി അവിടെ വരുന്നത് 21 മാത്രമേ ഉള്ളൂ. 25 മൈനസ് 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 ആണ് കിട്ടുക. Therefore, x minus y whole square equal to 4 ആണെങ്കിൽ x minus y equal to എന്താ വരിക? √4 ആണ് ചെയ്യേണ്ടത്. √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4ന്റെ അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും. അതായത് x minus y equal to എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. x minus y equal to 2 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം. ഒന്ന് എക്സ് പ്ലസ് വൈയും ഒന്ന് എക്സ് മൈനസ് വൈ വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 + 2 ചെയ്യുക. 1 + 2 ചെയ്യുമ്പോൾ എക്സും എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു y ക്യാൻസൽ ആയി പോവും. 5ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. Therefore, x equal to 7 divided by 2 equal to 7ന്റെ ഹാഫ് എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. എത്ര? 3.5 ആണ് വരിക. 3.5 മീറ്റർ അല്ലെങ്കിൽ 3/1/2 മീറ്റർ എന്ന് എഴുതാം. 3.5 മീറ്റർ തന്നെയാണ് എന്ത്? 3/1/2 മീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് എക്സ്, അതായത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത് കിട്ടി, നീളം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? അതിന്റെ ബ്രെഡ്ത്ത് കണ്ടെത്തണം. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3.5 ആണ്, അല്ലെങ്കിൽ 3.5 ആണ്. 3.5 എടുക്കാം. 3.5 പ്ലസ് y ഈക്വൽ ടു 5. Therefore, y equal to 5 minus 3.5. 5ൽ നിന്ന് 3.5 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1.5 ആണ്. ഈ 1.5 തന്നെയാണ് എന്ത്? 1/1/2 മീറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3/1/2 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1/1/2 മീറ്ററുമാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 42-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. 10 മീറ്റർ നീളമുള്ള കയർ രണ്ടായി മുറിച്ച് ഓരോ കഷ്ണം കൊണ്ടും സമചതുരം ഉണ്ടാക്കണം. അവയുടെ അകത്തുള്ള പരപ്പളവുകളുടെ വ്യത്യാസം 1/4 ചതുരശ്ര മീറ്റർ ആകണം. എങ്ങനെ മുറിക്കണം? അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് മൊത്തം 10 മീറ്റർ നീളമുള്ള ഒരു കയറുണ്ട്. ആ കയറ് കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? 2 സമചതുരങ്ങൾ ഉണ്ടാക്കുന്നത്. അതിലൊരു കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളത് അവയുടെ പരപ്പളവുകളുടെ വ്യത്യാസം, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ് തന്നിട്ടുണ്ട്. അതായത് അത്ര ആയിരിക്കണം എന്നാണ് പറയുന്നത്. 1/4 മീറ്റർ സ്ക്വയർ ആയിരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ കയർ എങ്ങനെ മുറിക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഒന്നാമത്തെ സമചതുരത്തിന്റെ വശം നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ സമചതുരത്തിന്റെ വശം വൈ ആയിട്ടും എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആ 10 മീറ്റർ എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ സമവാക്യം ഉണ്ടാക്കേണ്ടത്. അതായത് 10 മീറ്റർ ആണ് ആ കയറിന്റെ മൊത്തം നീളം. അതായത് ആ നീളം കൊണ്ടാണ് 2 സമചതുരങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ 10 മീറ്റർ എന്ന് പറയുന്നത് ആ 2 സമചതുരങ്ങളുടെയും ചുറ്റളവുകളുടെ തുകയായിരിക്കും. ചുറ്റളവ് നിങ്ങൾക്കറിയാം. സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × വശം അല്ലെങ്കിൽ 4a എന്നൊക്കെ പറയാം അല്ലേ? അപ്പൊ സമചതുരത്തിന്റെ ചുറ്റളവുകളുടെ തുകയാണ് 10 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്
ഒന്നാമത്തെ സമചതുരത്തിന്റെ വശം എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4x ആയിരിക്കും. പ്ലസ് രണ്ടാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4y ആയിരിക്കും. അപ്പോൾ തുകയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുക എന്ന് പറയുമ്പോൾ മൊത്തം നീളമാണല്ലോ, ടോട്ടൽ ലെങ്ത് ആണ് 10 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യാണ് വേണ്ടത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇനി ഇതില് 4 രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 4നെ ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പൊ ഇവിടെ എക്സ് വന്നു, പ്ലസ് ഇവിടെ y ഉണ്ട്, ഈക്വൽ ടു 10. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10/4, 10/4 എന്ന് കിട്ടും. 10/4 എന്ന് കിട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് എഴുതാം, 5/2 എന്ന് എഴുതി വെക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് അവയുടെ പരപ്പളവുകളുടെ വ്യത്യാസം. പരപ്പളവുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ് ആണ്. അപ്പൊ നമുക്കറിയാം സമചതുരത്തിന്റെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ ചെയ്തതാണ്, എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ അല്ലെ. അപ്പോൾ ഇവയുടെ ഏരിയാസിന്റെ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1/4 ആണ്. ഈ 1/4നെ നമുക്കൊന്ന് മാറ്റാം. 1/4നെ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5/4 എന്ന് കിട്ടും. ഇപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഉള്ളത്. ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമുക്ക് മാറ്റി എഴുതാൻ അറിയാം. നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. എങ്ങനെയാണ് എഴുതുക? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആക്കിയിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു കിട്ടിയത് എത്രയാണ്? 5/4 ആണ്. ഇതില് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്ക് അറിയാം, ഏതാണ്? 5/2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ എക്സ് പ്ലസ് വൈയുടെ പ്ലേസിൽ 5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5/4. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5/4 ഡിവൈഡഡ് ബൈ 5/2 ആയിരിക്കും. ഈ ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ വരിക 5/2 എന്ന് വരും. ഞാൻ ഇങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ബൈ ഇട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പൊ എന്താണ് ഇവിടെ വരിക? 5/4 ഡിവൈഡഡ് ബൈ എന്ന് മാറിയിട്ട് മൾട്ടിപ്ലൈ ആയിട്ട് മാറും, ഇൻറ്റു ആയിട്ട് മാറും. 5/2 എന്നുള്ളത് 2/5 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 10/20. 10/5 into 2 10, 4 into 5 20, 10/20 എന്ന് വരും. 10/20 നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് എഴുതാം, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5/2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1/2. ഇപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. എക്സും എക്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 2x ആണ്. y ക്യാൻസൽ ആയി പോയി. പിന്നെ 5/2ഉം 1/2ഉം കൂടി ആഡ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ, അതായത് ഛേദം തുല്യമായാൽ അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ഛേദം ഇടാമെന്ന് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഇടാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5 + 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6/2 കിട്ടും. അതായത് 2x ഈക്വൽ ടു 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ x ഈക്വൽ ടു 3/2. 3/2 എന്നുള്ള ആൻസർ ആണ് നമുക്ക് എക്സിന് കിട്ടിയത്. അതായത് x എന്ന് പറയുന്നത് നമുക്ക്
ഒന്നാമത്തെ സമചതുരത്തിന്റെ വശം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 3/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഇതില് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3/2 പ്ലസ് y ഈക്വൽ ടു 5/2. അപ്പൊ y ഈക്വൽ ടു 5/2. ഈ പ്ലസ് 3/2 എന്നുള്ളത് ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 3/2 വരും. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ 5 മൈനസ് 3/2. 5 മൈനസ് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 ആണ്. 2/2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ y-യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോ ആദ്യത്തെ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 3/1/2 മീറ്ററും അതേപോലെ സെക്കൻഡ് വണ്ണിന്റെ 1ഉമാണ്. അപ്പോ ആദ്യത്തെ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് 3/2 മീറ്റർ ആണ്. അതേപോലെ സെക്കൻഡ് വണ്ണിന്റെ 1 മീറ്ററും ആണ്. ഇനി നമുക്ക് ഇത് എത്രയാക്കി മുറിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആകെ ഉള്ളത് 10 മീറ്റർ ആണുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണ്. അപ്പൊ നമുക്ക് ഈ 4x എടുത്തിട്ട് ആ 4x എന്നുള്ളതില് എക്സിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ 4 into 3/2 വരും. 4 into 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 3 12. 12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയത് ആദ്യത്തെ 6 മീറ്റർ കിട്ടി. അപ്പൊ സെക്കൻഡ് വണ്ണിന്റെ എത്രയായിരിക്കും? 4y ആണല്ലോ സെക്കൻഡ് വണ്ണിന്റെ പെരിമീറ്റർ. അപ്പൊ 4y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 into 1, അതായത് 4 മീറ്റർ. അപ്പൊ നമ്മൾ ആ കയർ മുറിക്കുന്നത് എത്ര വീതമാണ്? 6 മീറ്ററും 4 മീറ്ററും ആയിട്ടാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 3 നീളവും വീതിയും എത്രയാണ്? അപ്പൊ ഇവിടെ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത അതേ പ്രോബ്ലത്തിന്റെ പോലെ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചുറ്റളവ് തന്നതിന് പകരം ഇവിടെ നീളവും വീതിയും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചതുരത്തിന്റെ നീളം എന്തായിട്ട് എടുക്കാം? അതായത് ലെങ്ത് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുക്കുക, ബ്രെഡ്ത്ത് ഈക്വൽ ടു വൈ ആയിട്ട് എടുക്കുക. അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അപ്പൊ തന്നെ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 മീറ്റർ. വേണമെങ്കിൽ 1 തന്നെ നിങ്ങൾക്ക് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? സെന്റിമീറ്ററിലേക്കാക്കി മാറ്റി എഴുതാം. ഞാൻ ഇവിടെ 1 തന്നെയാണ് എഴുതുന്നത്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എഴുതാം. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അവിടെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 3/4 ആണ്. ഓക്കെ, ഇത് ഏരിയ ആണ് കേട്ടോ, പരപ്പളവ്. ആ 3/4 ഒന്ന് മാറ്റി എഴുതുക. 15/4 വരും. ഇപ്പോ നമുക്ക് അറിയാവുന്നത് എക്സ് മൈനസ് വൈയുടെ വാല്യൂ നമുക്ക് അറിയാം, അതേപോലെ എക്സ് വൈയുടെ വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എക്സ് മൈനസ് വൈയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്തിലാണ് കിട്ടേണ്ടത്? എക്സ് പ്ലസ് വൈയിലാണ് കിട്ടേണ്ടത്. അപ്പോ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ്, ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആണ് വരിക, പ്ലസ് 4xy എഴുതാം. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 15/4. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു
1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, പ്ലസ് ഈ 4ഉം ക്യാൻസൽ ആയി പോവും. അപ്പോൾ അവിടെ ബാലൻസ് വരുന്നത് 15 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു റൂട്ട് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 4 ആണ്. 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഒന്ന് അടുത്തേക്ക് എഴുതാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4. ഇനി നമുക്ക് ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എക്സും എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 1ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5. അപ്പൊ എക്സ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മീറ്റർ ആയിരിക്കും വരിക. അപ്പോൾ ഇപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. 5/2 ഈക്വൽ ടു 1/2 മീറ്റർ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷൻ എടുക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4. എക്സിന്റെ വാല്യൂ 5/2 ആണ്. 5/2 പ്ലസ് വൈ ഈക്വൽ ടു 4. അപ്പൊ y ഈക്വൽ ടു 4 മൈനസ് 5/2. മൈനസ് പ്ലസ് 5/2 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 5/2 ആവും. ഇവിടെ ബൈ 1 ഇടുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 × 2 8 മൈനസ് 1 × 5 5 divided by 1 × 2 2. 8ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 3 ആണ്. അപ്പൊ 3/2 വരും. 3/2 എന്ന് പറയുന്നത് എന്താണ്? 1/2 മീറ്റർ ആണ്. അപ്പോ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.5 മീറ്ററും ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 6.1/2 സെന്റിമീറ്ററും പരപ്പളവ് 7.5 അതായത് 7.1/2 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. ലംബവശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു മട്ടത്രികോണമാണെങ്കിൽ ആ മട്ടത്രികോണത്തിന്റെ 3 വശങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പാദം, ലംബം, കർണം അല്ലെ? പാദവും ലംബവും എപ്പോഴും എന്തായിരിക്കും? ലംബമായിട്ടാണ് ഉണ്ടാവുക. അതായത് 90 ഡിഗ്രി വരുന്നത് കൊണ്ടാണ് അവിടെ ലംബവശങ്ങൾ എന്ന് ഈ 2 വശങ്ങളെയും പറയുന്നത്. അതേപോലെ 90 ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന വശം എപ്പോഴും എന്തായിരിക്കും? കർണമായിരിക്കും. ആ കർണത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 6.1/2 സെന്റിമീറ്റർ ആണ്. പിന്നെ തന്നിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അതായത് മട്ടത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ് തന്നിട്ടുള്ളത്. ഏരിയ എന്ന് പറയുന്നത് 7.1/2 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പൈതഗോറസ് സിദ്ധാന്തം ഉണ്ട്. പൈതഗോറസ് സിദ്ധാന്തം എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലംബവശങ്ങളായതുകൊണ്ട് ആ ലംബവശങ്ങളുടെ നീളമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എക്സും വൈയും ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ലംബവശങ്ങൾ എന്താണ്? എക്സ് വൈ ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ പൈതഗോറസ് തിയറം ഒന്ന് എഴുതി നോക്കാം. ലംബവശങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലംബവശം എക്സും ഈ ലംബവശം വൈയും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 6.1/2 സ്ക്വയർ എഴുതി. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇതിനെ മാറ്റി എഴുതുമ്പോൾ 13/2 സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 13ന്റെ സ്ക്വയർ 169 ആണ്. ബൈ 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ ആണ്. അതായത് 169/4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ ആണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് ആണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 7 1/2 ആണ്.
ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന ഇതും എച്ച് ഇതുമാണ്. അപ്പൊ നമ്മുടെ എക്സും വൈയുമാണ് ബിയും എച്ചും എന്ന് പറയുന്നത്. അപ്പോ ഹാഫ് ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു 7 1/2. ആ 7 1/2 ഒന്ന് മാറ്റി എഴുതുക. അപ്പൊ 1/2 ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു 15/2 എന്ന് വരും. അപ്പൊ എക്സ് വൈ ഈക്വൽ ടു 15/2 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇൻറ്റു ആണ്, അപ്പൊ അങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും 1/2. അപ്പൊ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15/2 ഇൻറ്റു 2/1. 15 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 ആണ് അല്ലേ? അപ്പൊ എക്സ് വൈ ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2. 30യുടെ ഹാഫ് നിങ്ങൾക്ക് അറിയാം 15 ആണ്. അപ്പൊ എക്സ് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താണ്? 15 ആണ്. ഇപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് അറിയാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂം അറിയാം, അതേപോലെ എക്സ് വൈയുടെ വാല്യൂ നമുക്കറിയാം. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് വൈയും കൂടി വരുന്ന രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതേപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് കണ്ടെത്തുന്നത്. ഇത് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 169/4ഉം എക്സ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 15ഉം ആണ്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻസ് കണ്ടെത്താം. അപ്പൊ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അപ്പൊ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ, ഇതിന്റെ വാല്യൂ നമുക്കറിയാം 169/4 ആണ്. പ്ലസ് 2 ഇൻറ്റു എക്സ് വൈയുടെ വാല്യൂ, ഇവിടെ എക്സ് വൈയുടെ വാല്യൂ നമുക്കറിയാം 15 ആണ്, അത് അവിടെ കൊടുക്കുക. അപ്പോ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169/4 പ്ലസ് 2 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 എന്ന് പറയുമ്പോൾ 30/1 എന്ന് എഴുതുക. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അറിയാം. അപ്പൊ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169 ഇൻറ്റു 1 169 പ്ലസ് 4 ഇൻറ്റു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 4. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 169ഉം 120ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 289 കിട്ടും. 289/4. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു റൂട്ട് 289 ഡിവൈഡഡ് ബൈ 4. 289 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ റൂട്ടാണ്? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 289 വരിക? 225 എന്ന് പറയുന്നത് 15ന്റെ ആണ്, 16ന്റെ 256 ആണ്. അപ്പൊ അടുത്ത് വരുന്നത് 17 ആണ്. 17/4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 17/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇതേപോലെ നമുക്ക് ഈ ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ അത് എഴുതുക. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ സെയിം തന്നെയാണ് 169/4 മൈനസ് 2 ഇൻറ്റു എക്സ് വൈ ഈസ് 50. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169/4 മൈനസ് 30/1. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169 ഇൻറ്റു 1 169 മൈനസ് 4 ഇൻറ്റു 30 120 ഡിവൈഡഡ് ബൈ 4. അപ്പോ
x minus y whole square equal to 169 120 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 49 ആണ്. 49 by 4. Therefore, x minus y equal to root 49 by 4. 49ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 7 ആണ്. ഡിവൈഡഡ് ബൈ 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി x minus y equal to 7 by 2 എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. 1 plus 2 ചെയ്യുമ്പോൾ എക്സും എക്സും കൂടെ ആഡ് ചെയ്താൽ 2x equal to 17 by 2 plus 7 by 2. അപ്പോൾ 2x equal to ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റ് ആഡ് ചെയ്യാം. 17 plus 7 by 2. അതായത് 2x equal to 17 plus 7 24 by 2. അപ്പോൾ 2x equal to 12. x is equal to 12 by 2 equal to 6 എന്ന് കിട്ടി. അപ്പോൾ 1 പെർപെൻഡിക്കുലർ സൈഡ് കിട്ടി അല്ലെ, ഒരു ലംബ വശത്തിന്റെ നീളം നമുക്ക് കിട്ടി. ഇനി ഈ ഇക്വേഷൻ എടുക്കുക. x plus y equal to 17 by 2 എടുക്കുക. അതിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേണമെങ്കിൽ 12 by 2 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ വേണമെങ്കിൽ 12 by 2 കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് ഒന്നും കൂടെ. അപ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ 12 by 2 കൊടുത്തു. പ്ലസ് y ഈക്വൽ ടു 17 by 2. അപ്പോൾ y ഈക്വൽ ടു 17 by 2 മൈനസ് 12 by 2. 17 by 2 രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ എന്താ വരുന്നത്? 17 മൈനസ് 12 by 2. 17 12 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5 ആണ്. അതായത് 5 by 2. 5 by 2 എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയത് എക്സ്, അതായത് ഒരു പെർപെൻഡിക്കുലർ ലെങ്ത്തിന്റെ സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും സെക്കൻഡ് വൺ എന്താണ് 2.5 സെന്റിമീറ്ററും ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സമവാക്യ ജോഡികൾ അതായത് പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും എല്ലാ പ്രോബ്ലം ചെയ്തത് നമ്മൾ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.